ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടൻ എന്നോട് പറഞ്ഞു, എനിക്കൊരു 5 മിനിറ്റ് സമയം ഈ ഓട്ടോറിക്ഷയിൽ ഇരുന്നൊന്ന് സംസാരിക്കണം. അച്ഛാ, എനിക്ക് മനസ്സിൽ വലിയ ഭാരമാണ്. ഇവരുടെ വീടിനടുത്ത് താമസിക്കുന്ന മറ്റൊരു വീട്ടുകാര്, ആ വീട്ടുകാരുടെ മുഖം കാണുമ്പോ തന്നെ അരിശം വരും. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളോട് ഞാൻ എന്റെ ഈ അരിശവും ദേഷ്യവും ഒക്കെ പറഞ്ഞപ്പോ ആ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, എടാ, നമുക്ക് അവരെ അവിടെ നിന്ന് ദൂരെ അകറ്റിയാലോ? എങ്ങനെ? ശത്രു സംഹാര പൂജ നടത്തണം. ഇച്ചിരി പൈസ ചെലവാകും. രാത്രിക്ക് രാത്രി അവര് വിട്ടുപോകും. എന്നിട്ട് അയാള് പറഞ്ഞു, എന്റെ അനുഭവത്തിൽ നിന്നാ പറയണേ. നമ്മുടെ ചേട്ടൻ പറഞ്ഞു, അതൊക്കെ ഞങ്ങളുടെ വിശ്വാസത്തിൽ, അതൊന്നും കാര്യമൊന്നുമില്ലെന്ന്. വിശ്വാസകാര്യം അത് ഭാര്യയുടെ മക്കളോടൊന്നും പറയണ്ട. രാത്രിക്ക് രാത്രി അവര് സ്ഥലം വിട്ടോളും. സത്യക്രിസ്ത്യാനിയാണ്, പള്ളിയിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന മനുഷ്യനാണ്. ഇദ്ദേഹത്തിന്റെ തലയ്ക്കകത്ത് ഈ ചിന്ത അങ്ങോട്ട് കയറി. ഈ കൂട്ടുകാരൻ പറഞ്ഞ സ്ഥലത്ത് പോയി ഒരു രാത്രിയിൽ ഒരു ശത്രു സംഹാര പൂജ നടത്തി ജപിച്ചു കെട്ടി 5 പൊതികൾ കൊടുത്തു വിട്ടു. ഈ 5 പൊതി വീടിന്റെ 4 വശത്തും കൊണ്ട് കുഴിച്ചിടണം. 5ാമത്തെ പൊതി നിങ്ങൾ കിടക്കുന്ന മുറിയുടെ തട്ടിന്റെ മുകളിൽ കൊണ്ട് വെക്കണം. രാത്രിയിലെ ഈ ചടങ്ങെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി ഭാര്യ ചോദിച്ചപ്പോ പറഞ്ഞു, ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് പോയെന്നൊക്കെ നുണ പറഞ്ഞു. അന്ന് വൈകുന്നേരമായി, ഇരുട്ടായപ്പോൾ ഈ മനുഷ്യൻ പറമ്പിന്റെ 4 ചുവട്ടിലും കൊണ്ട് 4 അതിർത്തി വശത്ത് കൊണ്ട് ഇതുകൊണ്ട് കുഴിച്ചിട്ടു. മിച്ചം ഉണ്ടായിരുന്ന പൊതി വീടിന്റെ മുകളിൽ കിടക്കുന്ന സ്ഥലത്ത് മച്ചിലിങ്ങനെ വെച്ചു. ഇദ്ദേഹം ആ ഓട്ടോറിക്ഷയിൽ ഇരുന്നോണ്ട് കരഞ്ഞോണ്ട് പറയും, എന്റെ അച്ഛാ, അന്ന് തുടങ്ങിയ ഗതികേട് എനിക്ക് ഇതുവരെ ആയിട്ടും മാറിയിട്ടില്ല. അന്ന് മുതല് ഞാൻ തകർക്കപ്പെടാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എങ്ങനെ? ഉറങ്ങാൻ പറ്റുന്നില്ല. മുകളിലോട്ട് നോക്കുമ്പോ ഈ പുതിയ ഇരിക്കുന്നേ. അച്ഛാ, എന്റെ വീട്ടിൽ അനർത്ഥങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ആ രാത്രി മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. അച്ഛാ, ഞങ്ങളുടെ വീട്ടില് എന്തെല്ലാം ജീവികളാണ് ആ രാത്രി മുതൽ വന്നതെന്നറിയാവോ? പൂച്ചയുടെയൊക്കെ വലിപ്പം കാണുന്ന. അച്ഛാ, എന്റെ ഭാര്യ അടുക്കളയിൽ തെന്നി വീണു. എന്റെ കൊച്ചിന് എന്തോ ശ്വാസം മുട്ടൽ തുടങ്ങി. എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ചേട്ടാ, നമ്മുടെ വീട്ടിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് ഇടവക വികാരി അച്ഛൻ്റെ അടുക്കെ പോകാം. എടി, എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി. നെഞ്ചത്തടിച്ച് കരഞ്ഞോണ്ട് ഭാര്യ പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ, നമ്മള് സത്യക്രിസ്ത്യാനികൾ ഇങ്ങനെ ചെയ്യാവോ? ഭാര്യയും ഭർത്താവും കൂടെ ആലോചിച്ചു, ഇനി ഇതെന്ത് ചെയ്യും? കുഴിച്ചിട്ട സാധനം എവിടെ കൊണ്ട് കളയും? അവർ രണ്ടുപേരും കൂടെ വൈകുന്നേരമായപ്പോൾ പറമ്പിന്റെ 4 ചുവറ്റിലും കൊണ്ട് കുഴിച്ചിട്ടിരുന്നതെടുത്തു, മച്ചിന്റെ മുകളിലതെടുത്തു. പയ്യെ ഇരുട്ടായപ്പോഴത്തേക്ക് അന്തോനിസ് പുണ്യവാളന്റെ കപ്പകളുടെ മുമ്പിൽ, എന്നിട്ട് മുമ്പിലുണ്ടായിരുന്ന നേർച്ചപ്പെട്ടിയിലേക്ക് ഇതങ്ങോട്ടിട്ടു. ഈ കുടുംബനാഥൻ എന്നോട് പറയാ, അച്ഛാ, ഇന്നലെയായിരുന്നു ആ സംഭവം. ഞാൻ അങ്ങനെ അവിടെ ഇട്ടിട്ടിരിക്കുക. ഇനി ഞാൻ എന്നതാ ചെയ്യണ്ടേ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം ഈശോയുടെ കയ്യിലായിരിക്കുന്നത്. നിന്റെ കുടുംബത്തെ പലതരത്തിൽ പലരും പീഡിപ്പിക്കാം, അസ്വസ്ഥപ്പെടുത്താം, ശല്യപ്പെടുത്താം. അവരോട് യുദ്ധം ചെയ്യാനും ശത്രു സംഹാര പൂജ നടത്താനും പോയാൽ നിനക്കുള്ള സമാധാനം നഷ്ടപ്പെട്ടു പോകും.